നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ ഒരു കാന്തിക ശക്തിയാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് വലുതെന്ന് തിരിച്ചറിയുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ചാണ്. ഈ വ്യക്തി ഈ ഒരു കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചു നേടിയ നേട്ടങ്ങൾ ഒന്നും തന്നെ നേട്ടങ്ങൾ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീരിൽ നിന്നും പൊടിഞ്ഞിട്ടുള്ള ഓരോ കണ്ണുനീരിനും ഈ വ്യക്തി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിന് നിന്നെ വേദനിപ്പിച്ചു? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിന്നിൽ നിന്നും അകന്നു പോയത്? നിന്നെ വേദനിപ്പിച്ച് മാറി നിന്നിട്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഇതെല്ലാമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബ്രേക്കേജസ് ആണ് നിങ്ങളുമായി സംഭവിച്ചിട്ടുള്ളത്. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥകളൊക്കെയാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ കാര്യമായിരുന്നു അത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കാനാകും എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമായിരുന്നു ഈ വ്യക്തിയെ മുന്നോട്ട് നടത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഏതോ സാഹചര്യത്തിൽ ഈ വ്യക്തി തിരിച്ചറിയുകയുണ്ടായി, നിങ്ങൾ ഇല്ലാതെ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിന്നത് തന്നെ ഈ വ്യക്തിയുടെ തടസ്സം തന്നെയാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനയാണ് എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. കാലചക്രം അനുകൂലമാക്കിയെടുക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനും പുതിയ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് കാൽവെപ്പ് നടത്തുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി അണിഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള മുഖം മൂടികൾ എല്ലാം തന്നെ കീറി വലിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ മുഖം കാണിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലചക്രം അനുകൂലമാകുവാൻ വേണ്ടി ഈ വ്യക്തി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുവാനും നിങ്ങളില്ലെങ്കിൽ തനിക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടെ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് സ്വന്തമായി സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഈ വ്യക്തിക്ക് അഭയം തേടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചു കിട്ടിയതിന് തുല്യമായിരുന്നു നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള കൂടിച്ചേരൽ എന്ന് പറയുന്നത് അത്രയും അധികം പോസിറ്റീവ് എനർജി തന്നിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവ രീതി നോക്കുകയാണെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. സമാധാനപരമായും ശാന്തപരമായും മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചോ
അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലും സ്വഭാവത്തിലുമായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ എതിരായിരുന്നു ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, വാക്ക് തർക്കങ്ങളും വിശ്വാസക്കുറവുകളും തേർഡ് പാർട്ടി അവസ്ഥകളും എല്ലാം വന്നു കയറും. ദേഷ്യം കൊണ്ട് ഈ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളുമായി ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം സന്തോഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിന് അതിരുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളായിരുന്നു ശരിയെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശേഷം ഒരുപാട് വ്യക്തികൾ വന്നുപോയി. പക്ഷേ ഈ വ്യക്തിക്ക് അവരിൽ നിന്നും ഒന്നും തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളാണ് സത്യമെന്നും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യമെന്നും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുവോ തന്നെ കൊണ്ടായതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി സ്വന്തമായി തന്നെ പ്ലാനിങ്ങിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരെയും ഉൾപ്പെടുത്താൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിയായിട്ട് സ്വന്തമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണല്ലോ. ഈ വ്യക്തി സ്വയമാണല്ലോ നിങ്ങളെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് ഈ വ്യക്തിയാൽ തന്നെ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ട് ആ മുറിവിനെ ഉണക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ പലപ്പോഴും ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഈ വ്യക്തിക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഈ വ്യക്തി എത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പലപ്പോഴും ഈ വ്യക്തി ചിന്തിക്കാറില്ല. എപ്പോഴും ഈ വ്യക്തിയുടേതായിട്ടുള്ള കാരണങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വാശിയും മാത്രമാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ മാനസിക അവസ്ഥയും മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി കൂടിച്ചേരുവാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാലചക്രം എപ്പോഴാണോ അനുകൂലമായി കറങ്ങാൻ തുടങ്ങുന്നത് അതുവരെയും കാത്തിരിക്കുക. അതിലൂടെ പരിശ്രമങ്ങളിലൂടെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും തന്നെ ഈ വ്യക്തി മാറ്റിവെക്കുവാൻ തയ്യാറല്ല. ഈ വ്യക്തിക്കറിയാം നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് വിജയത്തിന്റെ പാതയിലേക്ക് എത്തി നോക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി ആത്മീയപരമായിട്ടുള്ള പാതയിലൂടെയൊക്കെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ മാറി നിന്നപ്പോഴാണ് ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്. ആ ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെയാണ് ഈ വ്യക്തി പലതും ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ ഉത്തരങ്ങളെ തേടിക്കൊണ്ടു പോകാനും ശ്രമിച്ചിട്ടുള്ളത്. അതിലൂടെ ആത്മീയ വഴി ഈ വ്യക്തിക്ക് മുന്നിൽ തുറന്നു എന്നാണ് കാണപ്പെടുന്നത്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ആത്മീയതയുടെ പാതയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ സ്വന്തം തെറ്റുകളും പോരായ്മകളും തിരിച്ചറിയാൻ ഈ വ്യക്തിയെ കൊണ്ട് സ്വയം സാധിച്ചു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.